അവിടുത്തെ സ്റ്റൈലാണോ? അല്ലല്ല, എൻ്റെ അച്ഛനെ കോൺട്രാക്ട് പണിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ആ ഓട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊടിയട്ടിയെടുത്ത് പിന്നെ സ്ഥിരാക്കി. മൂപ്പരീൻ്റെ ആളാ. ഏതിൻ്റെ ആള്? ഈ സ്റ്റൈല് ചിക്കൻ കറീൻ്റെ. ഏത് മൂപ്പരുടെ കാര്യ പറയണേ? ഭരത മൂപ്പര്, എൻ്റെ അച്ഛൻ. ഭരതമൂപ്പർക്ക് ചിക്കൻ കറി വലിയ ഇഷ്ടല്ലേ? പിന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിക്കുന്ന കാര്യത്തിൽ വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ? അത് പിന്നെ സരസ്വതി, ഞാൻ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നോ അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അയ്യോടാ, എന്തോ വലിയ ത്യാഗം ചെയ്ത പോലാണല്ലോ സംസാരിക്കുന്നേ. അന്വേഷിച്ചു പോയാ ഇനി എന്തൊക്കെ കിട്ടും? അത് ഇന്നാ കഴിച്ചോ? ഇതിന് പൂച്ചയ്ക്ക് പെട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇതിലാരും ഒന്നും കലർത്തിയിട്ടുമില്ല. എല്ലാരെയും പറ്റിച്ചു നടന്ന നിങ്ങളും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഞങ്ങളെ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമൊന്നും ഇവിടെ ആർക്കും ഇല്ലണം. നിങ്ങളോട് ഞാൻ പറഞ്ഞാലേ ഇവരെ കൂട്ടിക്കൊണ്ട് വരരുത്. അങ്ങനെ നീ മാത്രം മാറി അങ്ങനെ ശരിയാവും. ഇവിടെ പൂജ നടത്തി ഈ വീട്ടിൽ നല്ലത് വരുത്തിയിട്ടേ ഞങ്ങൾ. ഞങ്ങൾക്ക് നല്ലത് വേണ്ട. അയ്യേ, നല്ലത് വേണ്ടെന്ന്. അതെ, നിങ്ങൾ കമ്മിറ്റിയിൽ തുടരൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ആര് തുടങ്ങി വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവസാനിക്കണം. അല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ഇവിടെ ഇന്ന് നടത്താൻ പറ്റില്ല. എന്താ നിങ്ങൾ ചോദിച്ചേ? ഇന്നിവിടെ ചിക്കൻ കറിയാ. ചിക്കൻ കറി തൽക്കാലം അമ്മയ്ക്ക് വിഷയമില്ല മക്കളെ. ചിക്കൻ കറി അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന്. അവരെ പിടിച്ച് മാറ്റിട്ട് വെളിച്ചപ്പാടിനെ കേട്ട് അങ്ങനെ കയറി വിളിച്ചു പാടാ. ഒരു പൂജ നടത്തിയിട്ട് പോട്ടെ. അമ്മ പോയി. ആൾക്കാർ പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നു. നമ്മളിത് നടത്തിയിട്ടേ പോകുള്ളൂ. കൊടുക്ക് തലവേദന അങ്ങനെങ്കിലും വെളിച്ചപ്പാട് മാത്രം മതി, വേറെ ആരും കയറണ്ട. പോര് പറവക്ക് ഓടിക്കോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മ കൂടിയുണ്ട് കേട്ടാ. അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു.
അമ്മേ അമ്മേ പരീക്ഷിക്കല്ലോ അമ്മേ. അമ്മയ്ക്ക് നെല്ലും പറയൊന്നും വേണ്ടേ, വെച്ചിട്ട് പോയി. ഇനി പോയിക്കൂടെ? ഇതിനാണ് നീ ഇത്ര വെള്ളം പിടിച്ചത്? ഇപ്പൊ കഴിഞ്ഞില്ലേ? എന്നാ ചെല്ലു നോക്ക്. ആ വാടാ. നീ എവിടെയൊക്കെ? സ്റ്റേഷനിലേക്ക് അവിടെ എന്താ? കംപ്ലൈന്റ് കൊടുക്കാൻ. ഇങ്ങനെ ഇടിച്ചേറി വന്നിട്ടാണോ ഇതൊക്കെ നടത്തേണ്ടത്? ശശിയേട്ട വീട്ടിൽ കയറി വന്ന് അലമാര കുത്തി തുറന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ പറഞ്ഞാൽ ഓക്കെ. ഇത് സമാധാനം കിട്ടാനുള്ള പൂജ നടത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെ കേസ് കൊടുക്കും? നീ കമ്മിറ്റിക്കാരോടുള്ള പ്രശ്നം നിന്റെ വഴിക്ക് തീർത്തോ? ഇവിടുത്തെ കാര്യം പുറത്തറിയോ എന്നോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെന്താ? എടാ, അവരെ കണ്ടുപോയത് വെളിച്ചപ്പാടല്ലേ? അതായത് ഇവിടുത്തെ ഭഗവതിക്കാണോ ഇവിടുത്തെ കാര്യം അറിയാത്തത്? അതല്ല, പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ സുധീർ ശരിക്കും ഭഗവതി മേത്ത് കയറിയിട്ട് തന്നെയാണോ തുള്ളണേ? അങ്ങനെയൊക്കെ ചോദിച്ചാ ദേഹത്ത് കയറി കാണും. ഞാനും നിങ്ങളെ പോലെ തുളുന്നല്ലേ കാണുന്നുള്ളൂ. കുഴപ്പാവോന്ന് ചോദിച്ചാ തുള്ളിയത് ഭഗവതിയാണോ സുധീറാണോ എന്നറിയാതെ നമ്മളിപ്പോ എന്താ പറയാ? തുള്ളിയത് ഞാൻ തന്നെയാ. ആ അപ്പൊ തന്റെ ദേഹത്ത് പകുതി കയറാറില്ലേ? കേറാറൊക്കെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും കയറുകയൊക്കെ ചെയ്യും. ഇതിനൊരു നേരവും കാലവും സമയമൊക്കെ ഇല്ലേ? ഇതൊരു ആവാഹനാണ്. അല്ലാതെ നിങ്ങളിട്ട് വിളിക്കുമ്പോൾ വന്ന് തുള്ളിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ താളത്തിന് ഈ തുള്ളാൻ നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ താനവിടെ പ്രത്യേകിച്ച് വല്ലതും കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? ഒരേപോലത്തെ 2 പേര്, ഒന്ന് മുകളിലത്തെ മുറിയിലും ഒന്ന് താഴെ മുറ്റത്തും. അതോട്ടാ ഇപ്പൊ എങ്ങോട്ട് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഭരതൻ നായർക്ക് ഒരു ജാരസന്നതി ഉണ്ട്. എടോ താനത് അവിടെ വെച്ച് പറയായിരുന്നേ. അതെ, സത്യം പറഞ്ഞാൽ ഒരേപോലത്തെ 2 പേരെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. പിന്നെ നമ്മുടെ ഈ ഉടായ്പെങ്ങാനും ഭഗവതി മനസ്സിലാക്കിയിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ടതാണോ എന്നും വിചാരിച്ചു. പിന്നെ എങ്ങനെയൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിന്ന് പോകുന്നു. അത് സാറില്ല. ഞാനോ? അല്ല, എല്ലാരും വാ. നമുക്ക് ഇപ്പൊ തന്നെ പോയി അവനെ കൈയോടെ വെക്കാം. അല്ല സുഭാഷ, ഞാൻ ഈ വേഷം കെട്ടോണ്ട് ഒരു കുടുംബം കലക്കാൻ വരാന്ന് അമ്മ അറിഞ്ഞ അമ്മയുടെ ഒന്ന് പിടിച്ച് അവിടുന്ന്. ഒരു കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. വന്നേ. കണ്ടെടുത്തോ? പുറത്തു പോയി കളിച്ച് എവിടെയെങ്കിലും പൊക്കോ. ഇന്ന് നിന്റെ മിഷൻ കണ്ട് അമ്മനീറ്റ് അറിയാലോ. പൊക്കോ മുഴുവൻ വലിച്ചു വാരിട്ടിരിക്കുകയാണ്. വേഗം പോടാ. എവിടെ പോവാ? പറമ്പിൽ കളിക്കാൻ പോവാ. ആഹാ, മുത്തശ്ശനെ കൂടെ കൊണ്ടുപോവോ? ക്ഷീണിച്ചോ? അല്ല, ഇവരിങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, എല്ലാരും ഉറങ്ങാൻ കിടന്നിരിക്കല്ലേ. സിപ്പ വേണോ? വേണ്ട. ഈ സിപ്പപ്പൊടി ഇത്തിരി കൂടുന്നുണ്ട്. കൂടുതലൊന്നും ഇല്ല മുത്തച്ഛ, ദിവസം ഒരെണ്ണം കുടിക്കും. നിങ്ങളുടെ അമ്മ ഇതിനൊന്നും സമ്മതിക്കാൻ വഴിയില്ലല്ലോ. അമ്മോട് വെച്ച സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ടേ ഞങ്ങളിത് അമ്മ അറിയാതെ ഇടയ്ക്ക് ഇവരുമായിട്ട് മേടിപ്പിക്കും. അതിനുള്ള പൈസയോ? അത് ഞങ്ങൾ വീട്ടിൽ നോക്കും. ഇതൊക്കെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ? ചോദിച്ചു തന്നില്ലെങ്കിലോ? പിന്നെ 10 രൂപയല്ലേ, അതാരും അറിയാനൊന്നും പോകുന്നില്ല. കോൺഫിഡൻസ് ഒക്കെ നല്ലതാ. ആരും അറിയാത്തോണ്ട് നല്ല രസമൊക്കെ തോന്നും. ആരും പിടിക്കത്തില്ലെന്നൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പെടും. ഒന്ന് എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര പ്രയാസമാണ്. എല്ലാവരുടെയും മുമ്പിലുള്ള വിലയും പോകും. നമുക്ക് നമ്മളോട് തന്നെ പുച്ഛമായിരിക്കും. തെറ്റു മനസ്സിലാക്കിയാലും തിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കാതെ 2 ആളും പൈസയൊന്നും എടുക്കരുത് കേട്ടോ. മുത്തച്ഛനെ ശ്രീകണ്ഠപുരത്ത് കടൽ ഞങ്ങളെ പോലെ ഇരിക്കുന്ന പെരക്കുട്ടികളുണ്ടോ? നീ പോയി കളിച്ചോ. ചെല്. ഞാനും വരുന്നു. വെയിലുള്ള നിക്കണ്ട.